അപ്പോൾ എനിക്ക് വരുവാണെങ്കിൽ എനിക്ക് 2 വട്ടവും ഇൻ്റർവ്യൂ വന്നപ്പോൾ തന്നെ ഏറ്റവും ഏകദേശം ആദ്യം തന്നെയാണ് ഇൻ്റർവ്യൂ കിട്ടിയത്. അതിലാണ് എനിക്ക് തോന്നുന്നത് ആദ്യം പിയർ മോക്ക് എന്ന സ്ട്രാറ്റജി കൊണ്ടുവന്നത് നമ്മുടെ അക്കാഡമി തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന കുട്ടികൾ ഇതിലേക്ക് സിവിൽ സർവീസിനോട് താല്പര്യം, ജെന്യൂൻ ആയിട്ടുള്ള താല്പര്യത്തോടുകൂടി വരുന്ന ഒരു സ്റ്റുഡൻറ് സെറ്റിനോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു എഫേർട്ട് ഇടുന്നുണ്ട്, അപ്പോൾ ആ എഫേർട്ട് കൺസിസ്റ്റൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. കൃത്യമായിട്ട് ഒരു നല്ല ഫ്രീക്വൻസിയിൽ തന്നെ ആൻസേഴ്സ് എഴുതണം, നല്ല ഫ്രീക്വൻസിയിൽ ഒരു ടെസ്റ്റ് സീരീസ് ക്ലാസ് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. എല്ലാവരും പറയുമ്പം ഇത്ര വേഴ്സ് പഠിക്കണം, അല്ലെ ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മളിത് എല്ലാവരും ഇത് കാണുന്നവർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫോർമുല അല്ലെങ്കിൽ ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ കൈൻഡ് ഓഫ് ഡിഫറൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇൻ്റർവ്യൂയിലേക്ക് പോവാണ്. സോ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഇൻ്റർവ്യൂ ഞാനാണോ? ഓക്കെ, എനിക്ക് ഈ ഇൻ്റർവ്യൂ അല്ലേ ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂ ഓക്കെ, മെയിനായിട്ടും ഞാൻ പിയർ മോക്സ് ആണ് എടുത്തത് ഇത്തവണ. മോക്ക് ഇൻ്റർവ്യൂസ് അങ്ങനെ കാര്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ വേറെ എവിടെയും പോയി 1-on-1s അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒന്ന് സമയമില്ലാത്തതുകൊണ്ടായിരുന്നു, IPTS കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭരത്തും ഊർമിളയും വിനീതുമായിരുന്നു എപ്പോഴും പിയർ മോക്കിന് കൂടെ ഉണ്ടായിരുന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അവരെല്ലാവരും. ഭരത്തിന് ഇൻ്റർവ്യൂവിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ച് ഇൻ്റർവ്യൂ സ്റ്റേജിനെ പറ്റി ഏറ്റവും നല്ല ഐഡിയ ഉള്ള ഒരാളാണ് ഭരത്. അപ്പം അത് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം മാർക്ക് കൂടാനും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ആൻസേഴ്സ് ഒരുവിധം കുഴപ്പമില്ലാതെ പറയാനൊക്കെ അവൻ്റെ ഒരു ഗൈഡൻസും അവൻ്റെ കൂടെ ഇരുന്ന് നടത്തിയ ഡിസ്കഷൻസൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീത് കുറച്ചുകൂടി ഒരു ഫാക്ട് ഓറിയൻറ്റഡ് ആയിട്ടും സ്ട്രേറ്റ് ഫോർവേഡ് ആൻസേഴ്സ് ഒക്കെ പറയുന്ന എല്ലാത്തിനും ആൻസേഴ്സ് ഉള്ള ഒരാളായിട്ട് ആ ഒരു ടൈപ്പാണ്. അപ്പം അതും നമ്മളിപ്പം ഞാൻ ആൻസർ പറഞ്ഞപ്പം ശരിക്കുള്ള ഇൻ്റർവ്യൂവിന് തവണ ആൻസർ പറഞ്ഞപ്പം ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു. ഞാൻ കുറച്ച് നമ്പേഴ്സൊക്കെ പറഞ്ഞു ആൻസേഴ്സിനകത്ത്, ഇതിങ്ങനെ എത്ര പെർസെൻറ്റേജ് ആയി, ഇങ്ങനെ ഇത്ര പെർസെൻറ്റേജ്. അപ്പം ഞാനത് കഴിഞ്ഞറിയുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ആലോചിച്ചിരുന്നു, ഓക്കെ ഇത് എവിടെ നിന്ന് വന്നതായി നമ്പേഴ്സൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. ഊർമിള ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടൊക്കെ ആൻസർ പറയുന്ന ഒരു ആളാണ്. അപ്പോൾ ഊർമിളയുടെ ആൻസേഴ്സിനൊരു തീരെ എക്സ്ട്രീം ആവാത്ത രീതിയിൽ ബാലൻസ് ചെയ്ത് ആൻസർ പറയുന്ന ഒരാളാണ്. അപ്പം അതും അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചതും പിയർ മോക്ക് എടുത്തതും ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്തവണത്തെ ഒരു സ്ട്രാറ്റജി. അത് വർക്കായി എന്തായാലും. എനിക്ക് വരുവാണെങ്കിൽ എനിക്ക് 2 വട്ടവും ഇൻ്റർവ്യൂ വന്നപ്പോൾ തന്നെ ഏറ്റവും ഏകദേശം ആദ്യം തന്നെയാണ് ഇൻ്റർവ്യൂ കിട്ടിയത്. അതുകൊണ്ട് ഇപ്പം ധാരാളമായിട്ട് മോക്കെടുക്കാനും ധാരാളമായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമൊന്നും അധികം കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യവും ജനുവരി മുതൽ ഏപ്രിൽ 18 വരെ ഇൻ്റർവ്യൂ ഉണ്ടായി. അപ്പോൾ എനിക്ക് ആദ്യം ജനുവരി 25 ആദ്യം സമയത്ത് തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായി. അപ്പം അതിൻ്റെ കൂടെ ഇവിടെ ക്ലാസ്സസും ഉണ്ടായി. അപ്പം ഈ ജനുവരി 17 വരെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. താങ്ക് യു. അപ്പം ആ സമയത്ത് ഫുൾ ക്ലാസ്സസും ഉണ്ടായി. അപ്പോൾ ധാരാളമായിട്ട് അങ്ങനെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയിട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ പറ്റുന്ന പോലെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് മോക്കൊക്കെ എടുത്തു. പിന്നെ അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് പോയത്. പിന്നെ അതുപോലെ ഈ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഷെയ്നയൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷെയ്നെ നമ്മുടെ കൂടെ പ്രിപ്പയർ ചെയ്യണം. ഷെയ്നെ ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, അതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ ഫ്രണ്ട്സുമായിട്ട് നമ്മളിങ്ങനെ മോക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അല്ലാതെ ധാരാളം ഇപ്പം മോക്കൊന്നും എടുക്കാനൊരു സമയത്തിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ ഇത് ധാരാളം പറ്റിയില്ല. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം അതിലാണ് എനിക്ക് തോന്നുന്നത് ആദ്യം പിയർ മോക്ക് എന്ന സ്ട്രാറ്റജി കൊണ്ടുവന്നത് നമ്മുടെ അക്കാഡമി തന്നെയാണ്. അപ്പം ആ സെഷനായിരുന്നു എനിക്ക് ഏറ്റവും വേരിയബിളായിട്ട് ഇൻഫർമേഷൻ തന്നത്. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരും ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ എന്നും വൈകിട്ട് ഒരു 4 to 7-8 മണി വരെ മാർട്ടിൻ പറഞ്ഞിട്ടുണ്ട്, ഈ പിയർ മോക്ക് എന്നും മുടങ്ങാതെ വന്ന ടീം നമ്മളായിരുന്നു എന്ന്. അപ്പോൾ ലിറ്ററലി ആ ഒരു പിയർ മോക്ക് സെഷൻ നമുക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. ഇത് പോരായിട്ട് ഇപ്പം ആദ്യമായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം ആ ഒരു സമയം കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് എൻ്റെ ക്ലാസ്സും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ജോഗ്രഫി സംബന്ധമായ ഒരു ഉത്തരം എങ്ങനെ പറയണം, അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ് ആഡ് ചെയ്യണം എന്ന് ഞാൻ കണ്ടത് ആദ്യമായിട്ടാണ്. എന്നിട്ട് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ജോഗ്രഫി ആയപ്പം ഞാൻ ഡയ സാറിനെ തന്നെയാണ് കാണാമെന്ന, ഇന്ത്യൻ സൊസൈറ്റിയുടെ കാര്യം വന്നപ്പം ജിഷ്ണു സാറ്, സോഷ്യൽ ജസ്റ്റിസ് ആയിരുന്നപ്പം ഇജാസ് സാറ്, പിന്നെ അതുപോലെ നമ്മുടെ ഫാക്കൽറ്റീസ് ഡാഫ് ഡീച്ചർ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ ഷിനാസ് സാറ് മൊത്തത്തിൽ പുള്ളി ശരിയാക്കി. പക്ഷെ എന്നാലും എനിക്ക് ലിംഗ്വിസ്റ്റിക്സിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ ഷെയ്ന ചേച്ചി ഇംഗ്ലീഷ് ഇച്ചിരി അടിപൊളിയാണ്. അപ്പം ഞാൻ പുള്ളിക്കാരെടുത്ത രാവിലെയൊക്കെ പോകുന്നത്. അപ്പം ചില കാര്യങ്ങൾ ഏത് വോയിസിൽ എങ്ങനെ പറയണം, അല്ലെങ്കിൽ എന്ത് സ്ട്രെസ് കൊടുക്കണം. കാരണം എനിക്ക് തിരുവനന്തപുരം പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ തിരുവനന്തപുരം സ്പീഡിൽ പറഞ്ഞു, പാറശാല സാധനം കയറി വരും. അത് സ്പീഡിലായിപ്പോൾ ആ ഒരു സ്പീഡ്
ട്രിവാൻഡ്രംകാർക്കുണ്ട്. അപ്പോൾ അത് എൻ്റെ ഇൻട്രോ തന്നെ 4 വട്ടം തിരുവനന്തപുരം വരുന്നുണ്ട്, പഠിച്ച കോളേജ്, ജോലി ചെയ്ത സ്ഥലം. അപ്പോൾ അതൊക്കെ നിർത്തി പറയാനും ആ ഒരു ഫ്ലോ ഒഴുക്ക് മാറ്റാനൊക്കെ സഹായിച്ചായിരുന്നു. ഞാൻ ഇവരോട് ഒറ്റ കാര്യം പറഞ്ഞില്ല, ഇന്റർവ്യൂ പോകുമ്പോൾ ഒന്ന് പതുക്കെ സംസാരിക്കണം, ഇവനിങ്ങനെ മിസൈൽ വിട്ട പോലെയാണ്. ആ ചില സമയത്ത് നമ്മൾ സംസാരിച്ച് തുടങ്ങിയ സ്പീഡായി പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ് വേണം. പിന്നെ ഞാൻ രാഹുലായിട്ട് ഒരു 1-on-1 എടുത്തായിരുന്നു. അപ്പം അന്ന് രാഹുൽ ഓക്കെ നീ സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടത്തല്ലോ. അതുവരെ നമ്മൾ കൂടുതലും ഐലൻഡ് പിയർ മോക്സാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഇത്തവണ ഇന്റർവ്യൂവിന് ശരിക്കും നമ്മൾ ഐലൻഡിൽ വന്നിരിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ. ഇന്റർവ്യൂ മോക്സ് ഒന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു പ്രഷർ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുള്ള മെയിൻ കാരണം എല്ലാ റൂമിലും ഏതെങ്കിലും ഗ്രൂപ്പ് പിയർ മോക്ക് എടുത്തോണ്ടിരിക്കുക. മാർട്ടിൻ കാരനുണ്ടായ ഒരു തലവേദനയായിരുന്നു. അത് ഇവൻ്റെ ഗ്രൂപ്പായിരുന്നു ഭയങ്കര ആക്റ്റീവ്, 4 പേര്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ ഇന്റർവ്യൂവിന് എന്തെങ്കിലുമൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല, ആ ഒരു പ്രഷർ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതും ഹെൽപ്പ് ചെയ്തു. ഞാൻ ഇപ്പം നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്, ആക്ച്വലി നിങ്ങൾ റൂംമേറ്റ്സ് ആണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള മധ്യ കേരളവും എല്ലാ കേരളവും ഉണ്ട്. റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഡിഫറെന്റ് പാർട്സ് ഓഫ് കേരള. കിരൺ തിരുവനന്തപുരത്ത് നിന്നാണ്, അതേപോലെ ആദിൽ കോട്ടയം, ഇപ്പം ഇടുക്കിയും കോട്ടയം 2 ജില്ലയുണ്ട്. അതുപോലെ രാഹുലാണെങ്കിൽ കാസർഗോഡ് നിന്നാണ്. നിങ്ങൾക്ക് ഏതൊക്കെ സർവീസുകളാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ സർവീസുകളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടോ? എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് തീരെ ഇഷ്ടമല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ സാറോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നമ്മളാരും എല്ലാവരുടെ കാര്യത്തിൽ ഉത്തരം പറയാൻ ഞാനാണല്ലോ, എന്നാലും ആരും നേരത്തെ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. നമ്മളിനി സർവീസ് അലോക്കേഷൻ വന്നിട്ടാണ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ചില ആൾക്കാർ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്തറിഞ്ഞിട്ട് അത് പറയുന്നത് എനിക്ക് തോന്നാറുണ്ട്. എനിക്കിപ്പോൾ അറിയില്ല, ഞാൻ ഏത് സർവീസ് കിട്ടിയാലും എനിക്ക് അതിനകത്ത് എന്താ ഉള്ളത്, എൻ്റെ പവർ എന്തുമാത്രമായിരിക്കും, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നും അറിയില്ല. ഞാൻ സാറിനോട് അപ്പോൾ പറഞ്ഞാൽ ഇപ്പം പറയുന്നു, ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താ ചെയ്യാൻ പോകുന്നത്. എനിക്ക് പേഴ്സണലി എടുക്കുകയാണെങ്കിൽ IAS ആയിരുന്നു താല്പര്യം. അധികം റാങ്ക് വെച്ച് കിട്ടാൻ സാധ്യത ഇല്ല. അപ്പം വീണ്ടും പ്രിലിംസ് എഴുതാം എന്ന് ആലോചിക്കുന്നു. 1 മാസം ഉണ്ട്, നോക്കാം. അലോക്കേഷൻ വന്നിട്ട് പറയാൻ എനിക്ക് അറിയത്തുള്ളൂ, കാരണം എനിക്ക് ഇനി എന്താണെന്ന് അറിയത്തില്ല. ഇനി പുതിയതായിട്ട് ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം സീനിയേഴ്സ് ആയിട്ടുള്ള സിവിൽ സർവീസ് ആസ്പിറന്റ് ആണ്, ടോപ്പേഴ്സ് ആണ്. ഓക്കെ, ആസ്പിറന്റ് ആയിരുന്നു, ഇപ്പം ടോപ്പേഴ്സ് ആണ്. സീനിയേഴ്സ് എന്ന് പറയുന്നത് എന്തായാലും കറക്റ്റാണ്, കുറെ കൊല്ലമായതാ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന കുട്ടികൾ, ഇതിലേക്ക് സിവിൽ സർവീസിനോട് ജെന്യൂൻ ആയിട്ടുള്ള താല്പര്യത്തോടുകൂടി വരുന്ന ഒരു സ്റ്റുഡൻറ് സെറ്റിനോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? എങ്ങനെയായിരിക്കണം അവരതിലേക്ക് തുടങ്ങേണ്ടത്? അവരുടെ ഒരു ഇനീഷ്യൽ ഒരു ഫസ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റിനുള്ളിൽ തന്നെ അവർക്ക് കയറി പോകാൻ വേണ്ടി അവർ എന്തൊക്കെയായിരിക്കണം ചെയ്യേണ്ടത്? എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് കൺസിസ്റ്റൻസി എന്നുള്ളൊരു പോയിന്റാണ്. കൺസിസ്റ്റൻസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എസ്പെഷ്യലി ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ കയറി പോകണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് നടന്നാലും മതി. അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി ഇങ്ങനെ റിലാക്സ് ചെയ്ത് പഠിക്കണം. കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു എഫേർട്ട് ഇടുന്നുണ്ട്, അപ്പോൾ ആ എഫേർട്ട് കൺസിസ്റ്റൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. കൃത്യമായിട്ട് ഒരു നല്ല ഫ്രീക്വൻസിയിൽ തന്നെ ആൻസേഴ്സ് എഴുതണം, നല്ല ഫ്രീക്വൻസിയിൽ ഒരു ടെസ്റ്റ് സീരീസ് ക്ലാസ് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യണം, നല്ല ഫ്രീക്വൻസി തന്നെ റിവൈസ് ചെയ്യണം പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ എക്സാമിനെ പറ്റി എത്ര ഫാസ്റ്റായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് ആക്ച്വലി 3 സ്റ്റേജ് 3 രീതിയിലാണ്. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും അതിനൊരു പ്രത്യേക ക്യാരക്ടർ ഉണ്ട്, പ്രത്യേക നേച്ചർ ഉണ്ട്. ആൻഡ് ഓൾദോ സിലബസ് ഒക്കെ ഒരുപോലെ ആണെങ്കിലും ഈ 3 സ്റ്റേജും ഡിമാൻഡ് ചെയ്യുന്നത്, കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻറ്റ് തിങ്സ് ആണ്. അപ്പോൾ അത് എത്ര നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ സ്പെസിഫിക്സ്. പ്രിലിംസ് ആണെങ്കിൽ ഒരു ടോപ്പിക്കിന് എന്താണ് ചോദിക്കുന്നത്, എത്ര ഡെപ്തി ചോദിക്കും, അത് ഏതൊക്കെ ഏരിയ ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇങ്ങനൊരു അണ്ടർസ്റ്റാൻഡിങ് എത്ര നേരത്തെ ഉണ്ടാക്കാൻ പറ്റും, അത് ഭയങ്കരമായിട്ട് ബാധിക്കും എപ്പോഴും നമുക്കിത് കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പം അതിന് പല രീതിയിൽ ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ ക്ലാസ്സസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണെങ്കിൽ അവർ പറയും ഈ ഏരിയ ആണ് ഇമ്പോർട്ടൻറ്റ്, ഈ ഏരിയ ആണ് ഇമ്പോർട്ടൻറ്റ് ഇതിൽ. അപ്പം അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മെൻറ്റേഴ്സ്, നല്ല മെൻറ്ററൊക്കെ ആണെങ്കിൽ ആ ഒരു പിക്ചർ, നല്ലൊരു എക്സാമിനെ പറ്റിയുള്ളൊരു പിക്ചർ എന്തായാലും കിട്ടും. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നേരത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് PYQs അനലൈസ് ചെയ്യുന്നതും സിലബസിൽ ഒരു തറവ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എനിക്കൊന്ന് കൺസിസ്റ്റൻസിയും എക്സാമിനെ പറ്റിയുള്ളൊരു ധാരണയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സ്റ്റഡി ഹാബിറ്റ്സുകൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ലേ? അതായത് ഓരോരുത്തരുടെയും ഒരു പഠന രീതികൾ ഒക്കെ. അപ്പം അതിനെ പറ്റി എന്താണ് അഭിപ്രായം? അതും ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ എല്ലാവരും പറയുമ്പം ഇത്ര കോഴ്സ് പഠിക്കണം, അല്ലെ ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മളിത് എല്ലാവരും ഇത് കാണുന്നവർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ
ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ കൈൻഡ് ഓഫ് ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഓരോരുത്തർക്ക് ചിലപ്പോൾ 4 മണിക്കൂർ മതിയായപ്പം ചിലപ്പോൾ ചിലർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. അതും എല്ലാവരും ഒരു ഇൻഡിവിജ്വൽ, ഇപ്പം മെൻറ്റേഴ്സും കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണും. അപ്പോൾ അവരോട് സംസാരിച്ച് ഒരു ഇൻഡിവിജ്വൽ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അതല്ലാതെ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് വർക്ക് ചെയ്ത സാധനം മറ്റൊരാൾക്ക് വർക്ക് ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. അപ്പം ഓരോരുത്തർക്കും സ്യൂട്ടാവുന്ന രീതിയിൽ അവർക്ക് തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ മറ്റൊരു കാര്യം ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ എക്സാമിന് ഞാൻ 3 വർഷം മെൻറ്റർഷിപ്പ് എടുത്തതാണ്. അപ്പം കണ്ടൊരു കാര്യം, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ എക്സാമിനും പാർട്ട് ടൈം ആയിട്ട് കുറേ ആൾക്കാർ നോക്കാറുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ എങ്കിലും നമ്മൾ സിവിൽ സർവീസ് എന്ന ആഗ്രഹം പൂർണ്ണമായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു ഫുള്ളി ഇതിനായിട്ട് മാത്രം 1 ഇയർ എങ്കിലും ഡെഡിക്കേറ്റ് ചെയ്താലേ നമുക്ക് ഇതിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇത് ഇവിടെ ക്ലാസ്സസ് എടുക്കുന്നു, അതിൻ്റെ കൂടെ വേറെ കുറേ എക്സാംസ് എഴുതാൻ പോകുന്നു, അങ്ങനെയാണെങ്കിൽ ഈ എക്സാം തന്നെ പഠിച്ചു തരില്ല. അപ്പോൾ അതിൻ്റെ കൂടെ 19 എക്സാം കൂടെ വേറെ എഴുതാൻ പോകണമെങ്കിൽ എന്തായാലും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാക്കി. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് കുറച്ച് ടൈം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. 2 വർഷമെങ്കിലും പൂർണ്ണമായിട്ട് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിനൊരു പാർട്ട് ടൈം ആയിട്ട് കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ ഇതും ഞാൻ കണ്ടു, മറ്റേ മെൻറ്റർഷിപ്പ് എടുത്തിട്ട് കോമൺ ഇതെന്ന് പറയുന്നതാണ്. പിന്നെ നമ്മൾ സോഴ്സസും കൈൻഡ് ഓഫ് മാക്സിമം ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പം ചിലർ മറ്റേ ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബുക്സും കുറേ സോഴ്സസ് റെഫർ ചെയ്യാൻ അവർക്ക് ഒരു ത്വര കാണും. മറ്റേ ഇപ്പം നമുക്ക് ഓൺലൈൻ റിസോഴ്സസ് ഒക്കെ ഭയങ്കരധികം കൂടുതലല്ലേ. അപ്പം ഇൻഫർമേഷൻ സിമ്പിളായിട്ട് കുറേ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതും നമ്മളൊന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഒരു റിസോഴ്സസ് ലിമിറ്റ് ചെയ്ത് ആ ഉള്ള റിസോഴ്സസിനെ മാക്സിമം ടൈം നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സും കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കില്ല. അപ്പോൾ അത് തന്നെ വേണ്ടി റിവൈസ് ചെയ്യുന്നതിന് കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കിരൺ എന്താ പറയാനുള്ളത്? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഹാർഡ് വർക്കർ കിരൺ ആട്ടോ, അല്ലേ കിരൺ അല്ലേ? പ്രിലിംസിലേക്ക് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളത് കൂടുതലും നമ്മൾ ഡിമാൻഡ് മനസ്സിലാക്കുക. ഒരു സബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിന് ഒരു സബ്ജക്റ്റ് ഇത്ര ടോപ്പിക്സ് ഉണ്ട്, ആ ടോപ്പിക്കിന് ഇന്ന ചോദ്യം വരും. ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ടെസ്റ്റ് സീരീസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. കൂടുതലും ടെസ്റ്റ് സീരീസിന് എടുക്കുക. പ്രിലിംസിന് ഒരു 2 മാസം മുന്നേ ടെസ്റ്റ് സീരീസ് നല്ലപോലെ എടുക്കുക. നമ്മൾ സെൽഫ് വാലുവേറ്റ് ചെയ്യുക. നമ്മൾ ഓക്കെ ആണോ, ഇനി നമ്മൾ റിവിഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ കൺസിസ്റ്റൻസി വേണം. പിന്നെ നമ്മൾ പ്രിസർവൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ ആൻസേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ പ്രിലിംസ് അല്ല, മെയിൻസാണ്. കാരണം എൻ്റെ ഫസ്റ്റ് മെയിൻസ് ആയിരുന്നു. അപ്പോൾ 3 മാസത്തിനുള്ളിൽ എനിക്ക് ഒരു വലിയൊരു മല കയറാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മെൻറ്റർ രാഹുലണ്ണായിരുന്നു. അപ്പോൾ ആ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി രാവിലെ 7 മണിക്ക് ആൻസർ റൈറ്റിംഗ് വിളിക്കും. അപ്പോൾ അത് നല്ലൊരു എക്സസൈസ് ആയിരുന്നു. പിന്നെ വൈകിട്ട് നമ്മുടെ ആൻസർ എവാലുവേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് രാത്രി എൻ്റെ ഓടൊപ്പം തന്നെ മെയിൻസ് ചെയ്യുന്ന പുള്ളിയാണ്. പുള്ളിയുടെ സമയം കഴിഞ്ഞാൽ പുള്ളി നല്ല ഓരോ ബുക്ക് വായിക്കും. ആ സമയത്ത് ഞാൻ ആൻസർ കൊണ്ടുപോകും. ചേട്ടാ ഇതൊന്ന് വായിക്കും, നോക്കും, പുള്ളി ചെയ്യും. അപ്പം നമ്മൾ ലിറ്ററലി നമ്മൾ കിട്ടുന്ന സമയം ലിമിറ്റഡ് ആണെങ്കിലും മാക്സിമം കൊടുക്കുക. പിന്നെ നമ്മുടെ ഫാക്ച്വൽ ഇൻഫർമേഷൻ നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ അതിന് ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഈ ഫാക്ച്വലാണ് നമ്മൾ മെയിൻസിന് എഴുതാൻ പോകുന്നത്. ഈ മെയിൻസിന് എഴുതാൻ പോകുന്ന സാധനമായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂവിൽ പറയാനും പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ആദ്യം തൊട്ടേ പ്രിപ്പയർ ചെയ്യാൻ. അത് ഒരു കാര്യം തോന്നിട്ട്, ഇപ്പം നമ്മൾ ഈ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ പ്രിലിംസ് പഠിക്കും നമ്മൾ മെയിൻസിനെ പറ്റി ആലോചിക്കില്ലല്ലോ. പക്ഷേ ഈ പ്രിലിംസ് ടെസ്റ്റ് സീരീസിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറേ സെറ്റ് ഓഫ് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്ത് വേണമെങ്കിൽ മെയിൻസിന് വേണ്ടി വെക്കാൻ സാധിക്കും. അപ്പോൾ ആ അത് ഏറ്റവും ഡൈവേഴ്സ് സെറ്റ് ഓഫ് എക്സാമ്പിൾസ് ആയിരിക്കും നമുക്ക് ഈ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ മെയിൻസിന് നമുക്ക് പിന്നീട് വാല്യൂഡേഷൻ്റെ ആവശ്യം വരില്ല. അല്ല, ഞാൻ ചെയ്തിട്ടില്ല, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ഇങ്ങനെ യുണീക്ക് സാധനങ്ങളൊക്കെ കാണുമ്പോൾ ചുമ്മാ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് പ്രിലിംസ് ടെസ്റ്റ് സീരീസിൽ നിന്ന് നമ്മൾ വാല്യൂഡേഷൻ ചെയ്യുകയാണെങ്കിൽ അതും വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ മെയിൻസ്. അത് ജസ്റ്റ് ആഡ് ചെയ്തതാണ്. കണ്ടിന്യൂ. അപ്പം നമ്മുടെ വളരെ നല്ലൊരു കൺവെർസേഷൻ ആയിരുന്നു. ഹോബീസിനെ പറ്റി പറയാനല്ലേ. ഓക്കെ. ഈ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. പല സ്റ്റേജുകളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പല സ്റ്റേജസിൻ്റെ ഡിമാൻഡൊക്കെ വളരെ വ്യത്യസ്തമാണ്. പക്ഷെ നമുക്ക് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും 24 മണിക്കൂർ സിവിൽ സർവീസ് കിട്ടുമോ എന്നുള്ളതും പഠിച്ചുകൊണ്ടൊക്കെ നടക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഹോബീസൊക്കെ നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും ഒന്ന് എനർജിയോടുകൂടി തിരിച്ചു വരാനായിട്ട് സഹായിച്ചത്? എനിക്ക് കുറച്ച് നാളായാലും തുടങ്ങിയിട്ട്. അപ്പം പല ഹോബികൾ അതിനിടയ്ക്ക് വന്നിട്ടുണ്ട്, പല ഹോബികൾ ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഞാൻ വെച്ചിരുന്നത് സോൾവിങ് സുഡോക്കും പിന്നെ വാച്ചിങ് ക്രിക്കറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ 2 ഹോബി ഇല്ലാണ്ടായി. പക്ഷേ സാറ് പറഞ്ഞതുപോലെ ആ ഒരു ഹെക്റ്റിക്കായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ, എസ്പെഷ്യലി മെയിൻസിൻ്റെ സമയത്ത്. ആ ഒരു 3 മന്ത് കുത്തിരുന്ന് പഠിക്കുന്നതും ഒരു സൈഡ് ഓപ്ഷണൽ ഒരു സൈഡ് GS അങ്ങനെ എന്തൊക്കെ വരുന്നതും ആ ഒരു പ്രഷർ ഫീൽ ചെയ്യാറുണ്ട്.
ഒബ്വിയസ്ലി ഹോബീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ മെയിനായിട്ട് ചെയ്തത് ക്രിക്കറ്റ് കാണുക തന്നെയായിരുന്നു, ക്രിക്കറ്റ് ഫുട്ബോൾ കാണുക തന്നെയായിരുന്നു. അത് ഒരു സ്പോർട്സ് ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ 3 പേര് ഇരുന്നിട്ട് ഗാബ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഇന്ത്യൻ ടീം ജയിച്ച 2021 ആ കളിയൊക്കെ നമ്മൾ ടെസ്റ്റൊക്കെ ഇരുന്ന് കാണും രാവിലെ അടിച്ചിട്ട്. അതവിടെ 4 മണിക്ക് 5 മണിക്ക് തുടങ്ങുന്ന ടെസ്റ്റാണ്. നമ്മൾ നേരത്തെ ആ സമയത്താണ് നമ്മൾ നേരത്തെ അടിക്കാറ്. നേരത്തെ അടിച്ചിട്ട് ടെസ്റ്റ് ഇരുന്ന് കാണും. 1 day 2020 പോലല്ലോ, ഇതിരുന്ന് കാണുമായിരുന്നു. അപ്പം ഇങ്ങനത്തെ എനിക്ക് മെയിനായിട്ട് ഈ കളി കാണുന്നതായിരുന്നു കുറച്ചും കൂടി ഒരു ഹോബി ആയിട്ടുണ്ടായിരുന്നത്. ട്രാവൽ പേഴ്സൺ അല്ല, വലിയൊരു ബുക്ക് റീഡറും അല്ല. ബുക്ക് റീഡർ വരുന്നുണ്ട്. എനിക്ക് മെയിനായിട്ട് തന്നെയായിരുന്നു ഈ സ്പോർട്സ് എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള സീരീസസോ അങ്ങനെ എന്തെങ്കിലും കാണും. നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ ഫ്രണ്ട്സ് കാണുമായിരുന്നു. അതൊരു റൂട്ടീൻ പരിപാടിയായിരുന്നു. ഞാനും ഇവൻ കൂടി ഇപ്പോൾ തന്നെ ഒരു 2-3 സീസൺ ഓൾറെഡി പിന്നെ റിപ്പീറ്റ് അടിച്ച് 2-3 തവണ എല്ലാ സീസണും കണ്ടു കഴിഞ്ഞു. ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഒരു എപ്പിസോഡ് കാണും. അതൊരു 25 മിനിറ്റാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈം. കറക്റ്റാണ്. 3 നേരം കഴിക്കുമ്പോൾ 3 വട്ടം കാണുമ്പോൾ ഒരു രസവും കൂടെ. അതെനിക്ക് പറയാനുള്ളത് 22-ല് ഞാൻ മാപ്പ് സമയത്താണ്. അപ്പോൾ എന്നോട് രാവിലെ പറഞ്ഞ ഒരു സീരീസ് പറയാം, ഗെയിം ഓഫ് ത്രോൺസ്, നീ ഒരു ദിവസം ഒന്ന് വെച്ച് കണ്ടാൽ മതിയെന്ന്. ഞാനത് കണ്ടു തുടങ്ങി 3 ദിവസം കൊണ്ട് കണ്ടു തീർക്കും. ഒരു പീഡിച്ച റീവാച്ച് ചെയ്യും. അപ്പോൾ ആ ഒരു ഹെക്റ്റിക്കായ സമയം ആ സമയത്ത് നമുക്ക് ഈ സീരീസ് കണ്ടിച്ചിട്ട് സമയം മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ സിനിമയ്ക്ക് പോകും, ടർഫിൽ കളിക്കാൻ പോകും. അങ്ങനെ ഒരുപാട്. പിന്നെ എൻ്റെ പേഴ്സണൽ ഹോബീസൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഹോബിയൊക്കെ ഉണ്ട്. ഈ കളക്ഷനാണ് മെയിൻ ആയിട്ടുള്ള സാധനം. നല്ല നല്ല സാധനങ്ങൾ കളക്ട് ചെയ്ത് വെക്കും. എസ്പെഷ്യലി ഇങ്ങനെ ഷൈനിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കളക്ട് ചെയ്ത് വെക്കാൻ. പുള്ളിക്കാരൻ്റെ ഹോബിയാണ് എനിക്ക് ഇച്ചിരി ലൈക്ക് ഒരു റിയൽ ഹോബിയായിട്ട് തോന്നിയത്. കാരണം നമ്മൾ സെയിം റൂമാണ്. അപ്പം നമ്മൾ ഈ തിരുവനന്തപുരം സെൻട്രൽ ലൈബ്രറി തൊട്ടടുത്തൊരു ബുക്ക് സ്റ്റാളുണ്ട്. അതിനേക്കാൾ ബുക്സ് ഇപ്പൊ നമ്മുടെ റൂമിലുണ്ട്. ചില സമയത്ത് തോന്നും അതിപ്പോ പുതിയ ഷെൽഫൊക്കെ വാങ്ങിച്ച് ലൈക്ക് അത് മറിഞ്ഞു വീണ അത് എന്റെ തലയിലായിരിക്കും. അത്രയും ബുക്സ് ഉണ്ട്. അതും എനിക്ക് ബുക്ക് വായിക്കാനും ഇഷ്ടമാണ്. അതും ഞാൻ ഇപ്പം 3 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അത് ഭയങ്കര നമ്മൾ വായിച്ചു തുടങ്ങിയാൽ പിന്നെ അത് വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പോൾ അത് ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റേജിലാണെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ആവാനൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഹോബിയാണ് ഈ ലൈക്ക് ബുക്ക് വായന. പക്ഷെ അതൊന്ന് ലിമിറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൺട്രോൾ ഇല്ലാതാണെങ്കിൽ നമ്മളിപ്പോൾ ഫുൾ ടൈം അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം 53 ബുക്ക് എന്തോ വായിച്ചു. അങ്ങനെ ഓരോ വർഷം അല്ല, ആക്ച്വലി ആദ്യം ഞാൻ വിളിക്കുമ്പോഴേ അതിന്റെ മിക്കപ്പോഴും ഒരു മറുപടി ഇപ്പൊ കാണണോ, അല്ലെങ്കിൽ നമുക്ക് ഞാനൊരു ബുക്ക് വായിച്ചോണ്ടിരിക്കുക, ഞാനത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ചില ബുക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് തോന്നും. അപ്പം അതൊക്കെ ചിലപ്പോൾ നമ്മൾ രാത്രി ഇരുന്ന് ഉറങ്ങാതൊക്കെ ഇരുന്ന് വായിച്ചു തീർക്കാനൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പം ചില ബുക്സ് വായിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ നമ്മൾ മൊത്തത്തിൽ ഇപ്പം UPSCക്ക് അസച്ച് ഹെൽപ്ഫുൾ അല്ലെങ്കിലും മൊത്തത്തിൽ നമുക്ക് ഒരു കാര്യങ്ങളെ പറ്റി അറിവും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടൊന്നും നമ്മൾ ഭയങ്കര എൻറിച്ച്ഡ് ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഈ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ. പിന്നെ ഈ ക്ലാസ്സസ് എടുക്കുമ്പോഴും അങ്ങനെ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം നമുക്ക് കുറേ എക്സ്ട്രാ കാര്യങ്ങൾ പറയാനും കുറച്ച് കഥകളൊക്കെ പറയാനും അതും ഇന്നവേ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചിലപ്പം എക്സാമ്പിളും കോട്ടുകളൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട്. ഇപ്പൊ ഇത് മാത്രമല്ല, ഇപ്പം ബുക്സിൽ എന്തെങ്കിലും സാധനങ്ങൾ എഴുതി വെക്കാം. അതല്ലാതെ മറ്റേ ഈ സിനിമകളിലെ കോട്ടുകളും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിക്സിലും എസ്ഐയിലും എവിടെയും ഒക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം. അത് മറ്റേ ഈ ഷോഷാങ്ക് റിഡംപ്ഷനിലെ ഒരു കോട്ടൊക്കെ ഇല്ലേ, ഹോപ്പ് ഈസ് എ ഗുഡ് തിങ്, ഹോപ്പ് ഈസ് നോട്ട് എ ബാഡ് തിങ്, മേ ബി ദ ഗുഡ് ഓഫ് മേ ബി ദ ബെസ്റ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞൊരു കോട്ടൊക്കെ. അത് ഞാൻ പണ്ട് ഇന്റർവ്യൂവിൽ പോയപ്പോൾ ഞാൻ ക്ലിയർ ആകുമ്പോൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നതാണ്. ഫ്രഷ് ഇടാൻ പറ്റി. അങ്ങനെ കുറെ നല്ല നല്ല സാധനങ്ങൾ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ അതൊക്കെ നമുക്ക് ലൈക്ക് ആക്ച്വലി എക്സാമിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം UPSC എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ബുക്കിഷ് നോളജ് മാത്രമല്ല, നമ്മൾ ഈ ഇൻ ആൻഡ് അറൗണ്ട് കാണുന്ന കുറേ സാധനം ഈ അക്യുമുലേറ്റീവ് ആയിട്ട് കിട്ടുന്ന ഒരു കുറേ നോളജ് ഇല്ലേ, അത് കൈൻഡ് ഓഫ് പിന്നെ ഭയങ്കരധികം ഹെൽപ്പ് ചെയ്യും ഈ പ്രിപ്പറേഷനിൽ. നമുക്ക് എക്സാമ്പിളായിട്ട് എല്ലാത്തിനകത്തും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. പിന്നെ പറഞ്ഞ കളിക്കാൻ പോകുന്നതും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴേ ഇപ്പം പറയാറില്ല സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ഇപ്പോൾ റീഡിംഗ് റൂമിൽ ഇരുന്ന് പഠിക്കുവാണ്. ഇടയ്ക്ക് എപ്പോഴേലും ഇങ്ങനെ എന്തെങ്കിലും കളിക്കാനൊക്കെ അവസരം കിട്ടുമ്പം അത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
ഞാനൊരു ജനുവരിയിൽ ഇതുപോലെ ഒരു ഷട്ടിൽ കളിക്കാൻ പോയിട്ട് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയിരിക്കുവാണ്. ഇഞ്ചുറി ഒന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആക്ച്വലി നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ കളിച്ച് ചില ഇഞ്ചുറീസ് ഒക്കെ വന്ന് ഇപ്പൊ ഇഞ്ചുറിയോടുകൂടി എഴുതി പാസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ കൈപോയി തീർന്നില്ലേ. അത് വരത്തൊക്കെ ഇത് നമ്മൾ ഈ കുറെ എന്നൊക്കെ പറയാൻ പ്രശ്നം വരുന്നതെന്ന് പറയാൻ നമ്മളിപ്പം ഈ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ ഫുൾ ടൈം ഇരിപ്പല്ലേ, അല്ലാതെ നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. അപ്പം എന്തെങ്കിലും ആദ്യം മുതലേ കുറച്ച് നടക്കാനോ എന്തെങ്കിലും ഒക്കെ പോയിരുന്നെങ്കിൽ. അത് ശരിയാ, നമ്മൾ രാവിലെ 6 മണിക്ക് നടക്കാൻ പോകുമായിരുന്നു 2 ദിവസം. ഞാൻ ജിമ്മിൽ 4 വട്ടം പോയിട്ടുണ്ട് കഴിഞ്ഞ 4 വർഷത്തിനിടെ. ഓരോ സീസൺ, ഓരോ ആഴ്ച വീതം, ഓരോ മാസം വീതം, ഓരോ വർഷം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പം ഈ സിവിൽ സർവീസ് ആസ്പിറൻസ് വരുമ്പം അവർ പലപ്പോഴും ആദ്യമൊക്കെ ഒരു PG പോലെയൊക്കെ എടുക്കുന്നു. കുറച്ചുകൂടെ ഒരുപാട് പേര് ഒന്നിച്ചായിരിക്കും താമസിക്കുക. ഒരു പേഴ്സണൽ സ്പേസ് ഒക്കെ കുറവായിരിക്കും, വീട് പോലെ ആയിരിക്കില്ല. പ്ലസ് അത് കൂടാണ്ട് ഫുഡൊക്കെ എപ്പോഴും പുറത്തുനിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കണ്ടിന്യൂസ്ലി പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ മേ ബി ഒരു 1-2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും അപ്പോൾ നിങ്ങൾ ഈ കുക്കിംഗ് ഒക്കെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് ആസ്പിറൻസ് ഒക്കെ കുറച്ച് സ്പീഡിൽ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്നും ചെയ്യാതിരിക്കരുത് ഞാൻ വേണ്ട. സിവിൽ സർവീസ് ആസ്പിറൻസിന് എന്ന രീതിയിലല്ല കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലൈഫ് സ്കിൽ പോലല്ലേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിലും നമുക്ക് ലൈക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അത് ഫ്രം സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, അതൊരു അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്കില്ലാണ്. പിന്നെ നമ്മളും ഫുൾ ടൈം കുക്കിംഗ് ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം എടുക്കുകയാണ്. ഞാനിപ്പോൾ 2014 മുതൽ തിരുവനന്തപുരത്തുണ്ട്. ഏകദേശം 1 വർഷം മാത്രമാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പുറത്ത് തലശ്ശേരിയിൽ പോയത്. അപ്പൊ അതിന്റെ അകത്ത് കുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ 2-3 കൊല്ലം 2 കൊല്ലമൊക്കെ ഉള്ളൂ. ബാക്കി ഫുൾ ടൈം പുറത്ത് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അതൊക്കെ ഏകദേശം അടിച്ചു പോയിട്ടുണ്ടായിരിക്കും. 50 വയസ്സൊക്കെ പോയിരിക്കും. ആക്ച്വലി എൻ്റെ ഒരു ടെൻഷൻ ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹോട്ടലിൽ പോയെന്ന് അവരെ ഒരു നേരം നമുക്ക് നല്ല സന്തോഷത്തോടെ കഴിക്കുക എന്നുള്ളൊരു അപ്രോച്ചിനാണ് പലപ്പോഴും ഹോട്ടലുകാർ ഫുഡ് ഉണ്ടാക്കുക. മേ ബി കുറച്ച് മസാലയൊക്കെ കൂടുതലൊക്കെ കിട്ടും, പക്ഷെ അതൊന്നും കണ്ടിന്യൂസ്ലി കഴിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ കുട്ടികളോട് പറയും അതൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ. ഓക്കെ, സോ നമ്മളുടെ എന്താ പറയുക, ഈ ഒരു കൺവെർസേഷൻ നമ്മൾ പതിയെ എൻഡ് ചെയ്യാണ്. എനിക്ക് നിങ്ങളുടെ ഈ ഒരു പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങളൊന്ന് ഈ ഒരു ആസ്പിറേഷനോട് വളരെ കമ്മിറ്റഡ് ആയിരുന്നു. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര പെർസീവറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, വീണ്ടും ട്രൈ ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രഷറിൽ നിന്ന് എനിക്ക് തോന്നുന്നു രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് എന്താണ് പറയുക, ഈ ഒരു പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് മെക്കാനിസംസ് ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചാണെന്നുള്ളത് തന്നെയാണ് ഒന്ന്. അത് കൂടാണ്ട് ഓരോരുത്തർക്കും ഹോബികൾ ഉണ്ടായിരുന്നു, നിങ്ങൾ കളിക്കാൻ പോകുമായിരുന്നു. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് സിവിൽ സർവീസ് ഒരു ടഫായിട്ടുള്ള എക്സാമാണ്. ഒബ്വിയസ്ലി ഒരുപാട് സ്റ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്ത് ആ പ്രോസസ്സിനോട് കമ്മിറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ഗ്രോത്ത് എൻഷുർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാൾക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒരു സ്പീഡ് നിങ്ങളാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. പക്ഷേ ഇറ്റ്സ് സംതിങ് വിച്ച് ഈസ് അച്ചീവബിൾ. ഓക്കെ, ഇറ്റ്സ് നോട്ട് സംതിങ് എന്താണ് ഭയങ്കര ഒരു ടഫായിട്ടുള്ള ഒരു സാധനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. വിത്ത് എ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു സിസ്റ്റം ഉണ്ടാക്കി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്ന ഒരു കാര്യമാണ് ഈ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാന്നുള്ളത്. അപ്പം ഫ്യൂച്ചർ ആസ്പിറൻസിനും സക്സസ് നേരുന്നു. അതുപോലെ ഇപ്പം ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത ഇവർക്ക് 3 പേർക്കും അവരുടെ കരിയറിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് കരിയറിലേക്ക് എത്തുമ്പോഴായിരിക്കും നിങ്ങൾ അതിൻ്റെ എന്താണ് ചെയ്യാമെന്നൊക്കെ തീരുമാനിക്കുക. സോ ആ കരിയറിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊക്കെ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.